എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അവസാനം നമ്മൾ കണ്ടത് അവർണയുടെ അടുത്തെത്തിയിട്ട് രഘുറാമ് ആ റെസിപ്റ്റ് ഒക്കെ നൽകുവാണ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ റെസിപ്റ്റ് ഒന്നും അല്ലാതെ അവർണയുടെ കിഷോറിന്റെ പേരിൽ 10 കോടി രൂപയുടെ ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ പൈസ എങ്ങനെ തട്ടിയെടുക്കാൻ ഒരു ചിന്ത കിഷോറിന്റെ മനസ്സിലുണ്ടാവുകയാണ്. പെട്ടെന്ന് കിഷോർ പറഞ്ഞു, അതെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലെന്ന് ചോദിക്കാം. അവർണി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പൈസയെ എന്റെ വയറ്റ് വരുന്ന കുഞ്ഞിന് വേണ്ടിട്ടാ, അവന് വേണ്ടിയിട്ട് അവന്റെ വെല്ലിച്ചന്റെ വകയായിട്ടുള്ള ഗിഫ്റ്റാ ഇത്. ഞാൻ ഒരു പൈസ പോലും ഇതിനകത്ത് നിന്ന് എടുക്കില്ലെന്ന് പറയാം. കിഷോറിന്റെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി. അവന് ഇതും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. അത് കൈക്കലാക്കാൻ എനിക്കറിയാം. ആ പണത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ നിന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. പിന്നെ അടുത്ത അവകാശം ഞാനല്ലേ. ഈ കിഷോറിനോട് കളിച്ചാൽ കിഷോർ കളി പഠിപ്പിക്കൂന്ന് പറയാ. പിന്നീട് കടൽപ്പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുക. ഒരു വശത്ത് രഞ്ജുവും ഗോവിന്ദും, ഒരു വശത്ത് രഞ്ജുവും ധ്യാനും, ഒരു വശത്ത് ഗീതവും ഗോവിന്ദും. അങ്ങനെ ഗീതവും ഗോവിന്ദും കൂടെ സംസാരിച്ചിങ്ങനെ നടക്കുവാണ്. പിന്നീട് ഗോവിന്ദ് ചോദിച്ചു, അല്ല ധ്യാനെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വലിയ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ല, എന്തോ കാര്യമൊക്കെ ഉണ്ട്. നീ എന്നിനെല്ലാം മറച്ചു വെക്കുക. ഞാൻ എന്തിനാ കണ്ണേട്ടാ മറച്ചു വെക്കുന്നേ? ഞാൻ മറച്ചു വെക്കുന്നൊന്നുമില്ല. എനിക്ക് മനസ്സിലായി രഞ്ജു എത്രമാത്രം ധ്യാനിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ ധ്യാനിനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി ധ്യാൻ എത്രമാത്രം രഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ കടമ. അത് മാത്രമാണോ? രഞ്ജുവിന്റെ കാര്യം ഓർത്തേക്ക് ഏത് നിമിഷം സംഭവിക്കാവുന്ന അവസ്ഥയാ. ഒരു ദിവസം കൂടുതൽ അവൾക്ക് ജീവിക്കാനായിട്ട് കിട്ടുമെങ്കിൽ അതിലെ ഏറ്റവും നല്ല കാര്യം. അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കണം. ഒന്നും അവൾ അറിയാൻ പാടില്ല. സന്തോഷത്തോടു കൂടി വേണം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ. അതെന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം. അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് തന്നെ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ധ്യാനിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേക്കുന്നത്. ഗോവിന്ദൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞാൽ മാത്രമേ രണ്ടുപേർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂന്നോ? ഒരിക്കലും അല്ല, പ്രണയിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. പെട്ടെന്ന് ഗോവിന്ദ് ചോദിച്ചു, എന്താ നിനക്ക് ഭയങ്കര അനുഭവം ഉള്ള പോലെയാണല്ലോ പറച്ചില്ലേ? ഇതിനൊക്കെ വലിയ അനുഭവം വേണമെന്നൊന്നും ഇല്ല എന്ന് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദ് ഗീതിനെ നോക്കി. ഇനി ഇവളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം ഉണ്ടോ? തന്റെ പ്രണയം തുറന്നു പറഞ്ഞാൽ വേണ്ട. തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഇവളുടെ മുന്നിൽ താൻ താണം കിടും. അത് വേണ്ട, അതൊരിക്കലും ശരിയാവത്തില്ല. പിന്നീട് ഗോവിന്ദനോട് ഗീതി ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയ വന്ന കാര്യം ഗോവിന്ദൻ എന്നോട് പറഞ്ഞില്ല. അതോ? അത് പിന്നെ രഞ്ജുവിന്റെ കാര്യത്തിനെ രഞ്ജുവിനെ അവിടെ നിർത്താൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ട് വന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ആ സമയത്താണ് ഞാൻ നിന്നോട് വിളിച്ച് എങ്ങനെയായാലും രഞ്ജുവിനെ ഒന്ന് കൊണ്ടാകാമെന്ന് ചോദിച്ചേ. പക്ഷെ പെട്ടെന്ന് ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം വിജയലക്ഷ്മി അമ്മയുടെ അടുത്താ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടേ ആക്കിയത്. അവരുടെ അടുത്താണെങ്കിൽ രഞ്ജുവിനൊന്നും സംഭവിക്കില്ല, രഞ്ജു സേഫ് ആയിരിക്കും എന്ന് പറയാം. പക്ഷെ ഗീതു നിനക്കറിയാലോ, അവരുടെ അടുത്ത് ആക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. അവരെ കുറിച്ച് പറയുന്ന കേൾക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ നോക്കേണ്ട രഞ്ജുവിന്റെ സേഫ്റ്റിയാണ്. രഞ്ജുവിന്റെ അമ്മയുടെ അടുത്ത് രഞ്ജു നിൽക്കുന്നിടത്തോളം സേഫ്റ്റി വേറെ ഒരിടത്തും കിട്ടത്തില്ല കണ്ണേട്ടാ. അത് കണ്ണേട്ടന് അറിയാത്തോണ്ടാ. അവരെത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയോ ഇപ്പൊ രഞ്ജു അടുത്ത് വന്നു കഴിഞ്ഞപ്പോ. പക്ഷെ ഗോവിന്ദന് കൂടുതലൊന്നും തെളിച്ച് പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ ഗീതു കിള്ളിക്കഴിഞ്ഞ് എന്തെങ്കിലും ചോദിച്ചാലോ? തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും അവൾക്കറിയില്ലാന്ന് തോന്നേ. താൻ അവരുടെ മകനാന്നുള്ള സത്യം. അതുകൊണ്ട് വേണ്ട, കൂടുതലൊന്നും ചോദിക്കണ്ട. അല്ല ഗോവിന്ദൻ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? രഞ്ജുവിനെ അവിടെ തന്നെ കൊണ്ടേ ആക്കുമല്ലേ നിൽക്കി? അത് വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും ആക്കണം. അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ നോക്കണ്ടേ രഞ്ജുവിന്റെ മനസ്സമാധാനം. ഇപ്പൊ അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ അമ്മയുടെ അടുത്ത് അവൾ സേഫാ. അല്ലെങ്കിൽ തന്നെ ധ്യാനിന്റെ കാര്യമൊന്നും ഓർത്ത് വെക്ക്. ധ്യാൻ ഈ സമയത്ത് വന്നെങ്കിൽ അവിടെയാണെങ്കിൽ അവൾക്കൊരു കുഴപ്പമില്ല. അവൾക്ക് എപ്പം വേണം സംസാരിക്കാം, കാണാം, എല്ലാം ചെയ്യാം. ഒരു പക്ഷേങ്കിൽ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് എല്ലാം നമ്മൾ അറിഞ്ഞു വേണം ചെയ്യാനായിട്ട്. രഞ്ജുവിന്റെ മനസ്സും കൂടെ അറിയണമല്ലോ. രഞ്ജുവിനോട് ചോദിക്കാം, അവൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിർത്തുന്നതല്ല ഗോവിന്ദേട്ടാ നല്ലത്. നമ്മൾ രഞ്ജുവിന്റെ മനസ്സല്ലേ നോക്കണ്ടേ. ഗോവിന്ദന്റെ പിടിവാശി ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഗോവിന്ദന് മനസ്സിലായി ഗീതു പറയുന്നതിലും കാര്യമുണ്ട്. അവളൊരു പക്ഷേ രഞ്ജുവിന് നന്മയ്ക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കുകയും പറയാറുള്ളൂ. അപ്പം അതുകൊണ്ട് അവൾ പറയുന്നത് കേൾക്കുന്നത് നല്ലത്. അല്ല പ്രിയമോള് വന്നിട്ട് എന്താ പറഞ്ഞതെന്നൊക്കെ ഗീതു അതിൻ്റെ ഇടയ്ക്ക് കിള്ളിക്കിളി ചോദിക്കുന്നുണ്ട്. പിന്നീട് രാധികാമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ഒരു പക്ഷേ രാധികാമ്മയായിരിക്കും ഇപ്പം അങ്ങോട്ട് പ്രിയാനെ വിളിച്ചു വരുത്തിയേക്കുന്നത്. അതെന്താ ഗീതു നീ അങ്ങനെ പറയാൻ കാരണം? അല്ല അവരായിരിക്കണം വിളിച്ചു വരുത്തിയേക്കുന്നത്. ഒരു പക്ഷേ രഞ്ജുവിനെ അങ്ങോട്ട് തിരിച്ചു തന്നേക്കുമെന്ന് അവർക്കൊരു ഭയം കാണുമായിരിക്കും. അതുകൊണ്ട് വിളിച്ചു വരുത്തിയതാ. പറയാൻ പറ്റില്ല. ഇനിയിപ്പം വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ്. അവർ തമ്മിൽ ശത്രുതയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ടാണോ ഇനിയിപ്പോൾ രഞ്ജുവിനെ അങ്ങോട്ട് കയറ്റാത്ത? പ്രിയാനെ വിളിച്ചു വരുത്തിയേക്കുന്നത് എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ പ്രിയമോൾ അങ്ങനെ വന്നിട്ട് പറയില്ല എന്ന് പറയാം.
ഗോവിന്ദനും അതും മനസ്സിലായി. ഗോവിന്ദൻ പറഞ്ഞു ശരിയാ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ രാധികാമ്മയ്ക്ക് എന്ത് കിട്ടാനാ? രഞ്ജുവിനെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ട് രാധികാമ്മയ്ക്കൊന്നും കിട്ടാനില്ല. അത് ഗോവിന്ദ് സാറിന് അറിയത്തില്ലാത്തതുകൊണ്ടാ. അപ്പൊ അതൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോളൂ. പിന്നീട് അവരും കൂടെ ചെല്ലുമ്പോൾ ധ്യാനും രഞ്ജും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. അല്ല മതിയില്ലേ സംസാരമൊക്കെ, വീട്ടിലേക്ക് പോകണ്ടെന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗോവിന്ദ് ചോദിച്ചു, അല്ല നിന്നെ ഞാൻ വേറെ ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കട്ടെ രഞ്ജു എന്ന് ചോദിക്കണം. രഞ്ജു പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, ഞാൻ അവിടെ നിന്നോളാന്ന് പറയണേ. എവിടെ? ചെമ്പശ്ശേരി നിന്നോളാം. ചെമ്പശ്ശേരിയിലോ? അവിടെ നിനക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല ഗോവിന്ദേട്ടാ, ഞാൻ അവിടെ നിന്നോളാം, ഞാൻ അവിടെ നിൽക്കാൻ ഓക്കെയാണ്. പോരാത്ത ധ്യാനും അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ധ്യാനിന് വേണമെങ്കിൽ ഞാൻ ഗസ്റ്റ് ഹൗസിൽ റൂം സെറ്റ് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ ഇഷ്ടംപോലെ മുറികളുണ്ടല്ലോ, അവിടെ ധ്യാനം വന്ന് നിന്നോട്ടെ, അതാകുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റൂല, അതല്ലേ നല്ലത്. കുറച്ച് ദിവസമല്ലേ ധ്യാനം ഇവിടെ കാണത്തുള്ളൂ, അത്രയും ദിവസം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് പറയാം. ഗോവിന്ദനും പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് ഗോവിന്ദ് പറയണം. പിന്നീട് അവരെ ചെമ്പശ്ശേരിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഗീതവും ഗോവിന്ദും കൂടെ വരുവാണ്. ഈ സമയത്ത് ഗീത പറഞ്ഞു, അല്ല പ്രിയമോൾ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, പ്രിയമോളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണം, അവളുടെ ചടങ്ങുകളൊക്കെ നടത്തേണ്ടതെന്ന് ചോദിക്കണം. അതെന്താ ഗീത ഇപ്പം നീ അങ്ങനെ? അല്ല എനിക്ക് തോന്നി അങ്ങനെ, കാരണം പ്രിയമോളുടെ മനസ്സിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ കയറി കൂടിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റേണ്ട ഗോവിന്ദന്റെ കടമയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ജോസിനെ പോയി കണ്ടിട്ട് ഡേറ്റ് കുറിപ്പിക്കുക, അവളെ കൂട്ടിക്കൊണ്ട് വരണ്ടേ, നല്ല സമയം നോക്കി നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം, അതെല്ലാം നല്ലതെന്ന് ചോദിക്കാം. ഒരു പക്ഷെ പ്രിയമോൾക്കും ഇത് സന്തോഷമായിരിക്കും എന്ന് പറയണം. അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞു, ശരി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ആ നടക്കട്ടെ എന്ന് പറയണം. ഈ സമയത്ത് പ്രിയ വീട്ടിൽ നല്ല അങ്ങ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഗോവിന്ദനെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല. ഈ സമയം രാധിക മാക്സിമം പിരികേറ്റിക്കൊണ്ടിരുന്നു. അവൻ നിന്റെ കോൾ എടുത്തതോ, അവനിപ്പോൾ ആ രഞ്ജുവിന്റെ പുറകെയായിരിക്കും, അവളുടെ പുറകെന്ന് മാറ്റാൻ നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ ആ കൂടെ ഗീതവും കൂടിയിട്ടുണ്ട്. നീ ഇവിടെ ഇരുന്നോ, നീ ഇവിടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുള്ളൂ. പണ്ടൊക്കെ നിന്റെ ഒരു മിസ് കോൾ കണ്ട ഉടനെ എടുക്കുന്നവനാ, അല്ലെങ്കിൽ നീ വിളിച്ചില്ലെങ്കിൽ എന്താ പ്രിയമോളെ വിളിക്കാത്തെന്ന് ചോദിച്ച് വിളിക്കുന്നവനാ. ഇപ്പൊ നിന്നെ വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞേ. ഇതെല്ലാം കേട്ടിട്ട് പ്രിയക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രിയ വെളിയിൽ ഇറങ്ങി വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം വിനോദ് വന്നിട്ട് പറഞ്ഞു, പ്രിയ ബാ കയറി വാ, അകത്തേക്ക് വാന്ന് പറഞ്ഞെങ്കിലും പ്രിയ കയറിപ്പോവാൻ കൂട്ടാക്കില്ല. ഞാൻ ഗോവിന്ദേട്ടൻ വന്നിട്ടേ ഞാൻ കയറി വരുന്നുള്ളൂ, എനിക്ക് ഗോവിന്ദേട്ടനെ കാണാതെ പറ്റില്ല, ഞാൻ വന്നിട്ടോ കയറി വരുള്ളൂ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഗോവിന്ദേട്ടനെ കാണണമെന്ന് പറയാം. ഈ സമയത്ത് രേഖം വന്ന് വിളിച്ചു, പ്രേമോളെ വാ അകത്ത് വന്നിരിക്കുക, ഈ പ്രഗ്നന്റ് ആയിട്ട് ഈ സമയത്ത് ഇങ്ങനെ ഒരു വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാണോ? കയറി വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല പ്രിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോവിന്ദനും ഗീതവും കൂടെ വരുന്നുണ്ട്. അവരുടെ കാറ് വന്ന് നിർത്തി. അതിന് രണ്ടുപേരും കൂടെ കയറി വരുമ്പോൾ പ്രിയ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയെ കണ്ടത്. ഇത് കണ്ടതും ഗീത വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി പ്രിയ, നിനക്ക് എന്താ എന്തെങ്കിലും വിഷമമുണ്ടോ, നീ എന്തിനാ കരയണേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു, എന്താ പ്രിയമോളെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. വേണ്ട ഏട്ടനോട് മിണ്ടണ്ട, ഞാൻ എത്ര വട്ടം ഏട്ടനെ വിളിച്ചു, ഒരു വട്ടമെങ്കിലും ഏട്ടൻ്റെ കോൾ എടുത്തോ. അത് മോളെ ഞാൻ അല്പം തിരക്കിലായിരുന്നു. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, തിരക്ക് ആ രഞ്ജുവിന്റെ പറയായിരിക്കും, അതായിരിക്കും തിരക്കെന്ന് പറയാം. ഗീത പറഞ്ഞു, ഓഹോ അപ്പൊ അതാണില്ലേ, രാധികാമ്മയല്ലേ പ്രിയമോളെ ഇങ്ങനെ എരിവ് കയറ്റി വിട്ടേക്കുന്നല്ലേന്ന് ചോദിക്കണം. ഡേ ഗീതു നീ അനാവശ്യം പറയില്ലെന്ന് പറയാണ്. രാധികാമ്മയുടെ കൂടെ നല്ല ദേഷ്യമായിരുന്നു ഗീതുവിനോടുള്ള. ഈ സമയത്ത് പ്രിയ പറഞ്ഞു, എന്തിനായിട്ട് എന്നെ വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ, ഇപ്പൊ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ, അതും ഇനിയിപ്പോ രഞ്ജുവിന്റെ അനീതിയായിട്ട് കണ്ടിട്ടാണോ എന്ന് ചോദിക്കണം. എനിക്ക് എന്താ പ്രിയമോളെ നീ ഇങ്ങനെ പറയണേ. പെട്ടെന്ന് ഗീത പറഞ്ഞു, നീ എന്തൊക്കെയാ പ്രിയമോളെ ഇങ്ങനെ പറയരുത്, ഗോവിന്ദന്റെ നിന്റെ കാര്യത്തിൽ ഒരിതുമില്ലെന്നാണോ നീ പറയണേ, നീ എന്താ പറഞ്ഞേ, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നില്ലെന്ന് പ്രസവത്തിന്, അതൊക്കെ പറഞ്ഞ് നിന്റെ തോന്നല് മാത്രമല്ലേ എന്ന് നോക്കിയേ. ഇപ്പൊ തന്നെയാളും ഗോവിന്ദൻ പോയി ജോഡ്സിനെ കണ്ട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുഹൂർത്തം വരെ കുറിപ്പിച്ചിട്ടാ വന്നേ. രാധികാമ്മയ്ക്കും ഇതൊക്കെ എല്ലാവർക്കും ഒരു അടി തന്നെയായിരുന്നത്, ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല രാധികാമ്മ. താൻ എറിയുന്നതിന് മുമ്പ് തന്നെ ഒരു മുഴം മുമ്പേ ഗോവിന്ദ് എറിഞ്ഞിരിക്കുകയാണ്. അതും ഗീതുവിന്റെ ഇതായിരിക്കും, ഗീത് കാരണമായിരിക്കും. അതുകൊണ്ട് മോള് പേടിക്കണ്ട കേട്ടോ, അടുത്ത ആഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്, ആ മുഹൂർത്തത്തിൽ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും, പിന്നെ മോളെന്തിനാ വിഷമിക്കണേ. പെട്ടെന്ന് രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി അവൾ പ്രിയ പോയി ഗോവിന്ദനെ കെട്ടിപ്പിടിക്കണം. ഗോവിന്ദ് പറഞ്ഞു, നീ അല്ലേ എനിക്ക് എപ്പോഴും എൻ്റെ കുഞ്ഞിപ്പെങ്ങള്, നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ, നീ കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഉള്ളെന്ന് പറയാണ്. എനിക്ക് അത് മതി, എനിക്ക് ഗോവിന്ദന്റെ സ്വത്തോ പണോ ഒന്നും വേണ്ട, എനിക്ക് ഗോവിന്ദന്റെ സ്നേഹം മാത്രം മതി എന്ന് പറയാം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതന് വല്ലാത്ത വിഷമം വന്നു. പിന്നീട് ഗോവിന്ദൻ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. വന്ന ഉടൻ ഡ്രസ്സൊക്കെ മാറി കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറുക. അങ്ങനെ രേഖ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. രേഖ ഗീതിനോട് ചോദിച്ചു, അല്ല എന്തായി കാര്യങ്ങൾ, രഞ്ജു എന്തേന്ന് ചോദിക്കണം. രഞ്ജുവിനെ സേഫായിട്ട് അടുത്ത് ആക്കിയിട്ടാ വരുന്നത്. അല്ല എന്താ ഒരു സംഭവം, ഇവിടെ രാധികാമ്മയും ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, രഞ്ജുവിനെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു രഞ്ജുവിനെ എവിടെ ആക്കിയെന്നൊക്കെ. അതോർത്ത് ഇനിയിപ്പോൾ ആർക്കും ഒരു ടെൻഷനും വേണ്ട, രഞ്ജുവിനെ സേഫ് ആയിട്ടുള്ള ഒരിടത്താ രഹിച്ച് ആക്കിയേക്കുന്നേ, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീത അങ്ങോട്ട് കയറി ചെല്ലുവാണ്. കയറി ചെല്ലുന്ന സമയത്ത് ഗോവിന്ദ് കുളിയെല്ലാം കഴിഞ്ഞിട്ട്
ഒരു ടവലേക്ക് കൊടുത്തും കൊണ്ട് ഇറങ്ങി വരിക. ടവലേക്ക് കൊടുത്തിട്ട് ഗോവിന്ദ് എന്ത് ചെയ്യുവാണ്, അത് പറിച്ചിട്ട് അങ്ങ് തല തോർത്തിക്കൊണ്ട് വീണ്ടും അങ്ങ് ഇറങ്ങി വരുന്ന സമയത്താണ് ഗീതു അങ്ങോട്ട് കയറി വരുന്നത്. ഗീതു അങ്ങോട്ട് ആ സമയത്ത് വരുന്ന ഗോവിന്ദ് പ്രതീക്ഷിച്ചില്ല. ഗോവിന്ദ് ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഗീതുവിനും അറിയില്ല. പെട്ടെന്ന് ഗീതുവിനെ കണ്ടതും ഗോവിന്ദ് ഒന്ന് ഞെട്ടി. അയ്യോ എന്ന് പറഞ്ഞ് അല്ലറെ കരഞ്ഞപ്പോഴാണ് ഗീതു ആ നോക്കുന്ന അങ്ങോട്ട്. ആ കാഴ്ച കണ്ടതും ഗീതു ഒരു നിമിഷം അന്തം വിട്ടിട്ട് അലറക്കരയാണ് അവിടെ കിടന്നിട്ട്. ഗോവിന്ദന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ രംഗങ്ങളൊന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല കേട്ടോ, അത് കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ, നല്ല നല്ല വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.